കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം അതിനായി 1 കപ്പ് കടലപ്പരിപ്പ് 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. ഈ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അടച്ചെടുക്കുക. ഒരു കയ്യിൽ കൊണ്ട് അടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, പിന്നെ 2 വലിയ മുരിങ്ങക്കായ ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്. ഇതെല്ലാം കൂടി സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി മൂടി കൊണ്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴുത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിൻ്റെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. ഇനി ഇത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.